ആരാ? ജോർജ് കുട്ടിയോ? നല്ല പേര്. എവിടെയാ ജോർജ് കുട്ടിയുടെ വീട്? കേൾക്കുന്നില്ല, കുറച്ച് ഒച്ചത്തിൽ പറയാവോ? തൃപ്പുണിത്തുറയിൽ? കമ്പർഷമുക്കിലോ? കാളമുക്കിലല്ലോ, ഭാഗ്യം. എന്താ കമ്പർഷമുക്കുകാരാ? ഓ, അപ്പന്റെ ആത്മാവുമായി സംസാരിക്കണമെന്നോ? മോളുടെ മനസ്സമ്മതത്തിന് ക്ഷണിക്കാനോ? മനസ്സമ്മതത്തിനല്ല, ഗുരുജി വിചാരിച്ചാൽ മോളുടെ കല്യാണത്തിന് വരെ കൊണ്ടുവരാം. പക്ഷേ ഇപ്പൊ 1000 രൂപ അടയ്ക്കണം. പണമടച്ച് ബുക്ക് ചെയ്താൽ വരേണ്ട ദിവസവും സമയവും പിന്നാലെ അറിയിക്കും. പിന്നെ ഇനി പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പച്ചന്റെ പേര്, മരിച്ച തീയതി, എത്രാമത്തെ വയസ്സിലാ കാഞ്ഞു പോയത്, അവസാനം കുളിപ്പിച്ച ആളുടെ പേര്, ഇതൊക്കെ നേരത്തെ പറയണം. അതെ, വക്കീലിനോടും ഡോക്ടറോടും ഗുരുജിയോടും. കള്ളങ്ങൾ മാത്രമേ പറയാവൂ. അല്ല, കള്ളം പറയരുത്. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം മറന്നാലും വരുമ്പോ ഒരു കുപ്പി പട്ടച്ചാരയും കൊണ്ടുവരുന്ന കാര്യം മറക്കരുത്. എന്താ, കേൾക്കുന്നില്ലേ? ഒരു കുപ്പി പട്ടച്ചായാരം. പിന്നെ തീർന്നില്ല, 4 ചിക്കൻ ഫ്രൈ, 2 മട്ടൻ ചാപ്സ്, 2 പാക്കറ്റ് വിൽസും കിട്ടണം. എന്താ? ഇപ്പൊ ഗുരുജിയുമായിട്ട് സംസാരിക്കാൻ സാധ്യമല്ല. അകത്ത് ദർശനം നൽകിക്കൊണ്ടിരിക്കുക. എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. എന്റെ അളിയൻ അല്ല, ഗുരുജി. അമ്മയും മകനും നടരാജൻ വാസൻ. എന്തൊരു അത്ഭുതം! എല്ലാം അറിയുന്നവനാണ് ഈ ഗുരുജി. മരിച്ചുപോയ അമ്മാവന്റെ ആത്മാവിനെ വരുത്തി കുഴിച്ചിട്ട നിധിയുടെ രഹസ്യങ്ങൾ അറിയണം. അതല്ലേ ആഗമന ഉദ്ദേശം. ഓം അഖണ്ഡ പ്രചണ്ഡ പ്രചൂര പ്രഭാത പ്രദോഷ വിസ്മയ സുസ്മേരവദന. ഓം ദക്ഷിണായ നമഃ, ദക്ഷിണായ നമഃ. സമർപ്പയാമി. വൈസസ്യ പോരസ്യ ധനസ്യാമി ശൂന്യസ്യ. ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ഞാൻ എന്റെ ശരീരം നൽകാൻ പോകുന്നേ. ഓം ഹ്രീം ക്ലീം ആഗച്ഛ 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 ആഗച്ഛ. അച്ഛനല്ല, അമ്മാവൻ. അമ്മാവൻ ആഗച്ഛ. ഓം. അമ്മാവന്റെ ആത്മാവ് ഉടനെ എത്തും. ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിൽ കയറാൻ പോവുകയാണ്. ആഗച്ഛ ആഗച്ഛ. കഴിഞ്ഞോ? അവിടെ ഈ ആത്മാവ് അപകടകാരിയാണ്. വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെക്കുംകൂർ ദേശത്താവണിക്കുന്നിൽ നീലകണ്ഠൻ മകൻ ശേഖരപിള്ള. എന്തുട്ടടാ കന്നാലി നടരാജ? അമ്മാവൻ. അമ്മാവന് സുഖാണോ? എന്തുട്ടടാ കന്മാലി പറയണ സുഖ? ഈ ജന്മത്ത് അമ്മാവനായിട്ട് സംസാരിക്കാൻ കഴിയൂന്ന് കരുതിയതല്ല. പിന്നെ ഗുരുജി പറഞ്ഞതുപോലെ ബുഹാരിന്ന് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ, മട്ടൻ, ചാപ്സ്, പിന്നെ ദേ ചാരായോ, ഒഴിച്ചടിക്കാൻ ഗ്ലാസും. സൂപ്പർ സാധനല്ലേ? ജീവിച്ചിരിക്കുമ്പോ പച്ചവെള്ളം തന്നില്ലെങ്കിലും ഇപ്പൊ തന്നൂലോ. അതായിരുന്നല്ലോ സ്വഭാവം. ചിക്കൻ. അയ്യോ, വലിയേട്ടൻ ചിക്കൻ കഴിക്കില്ലായിരുന്നു. എന്തുട്ടടി കൊടുക്കത്ത സംശയം? എളിശാവിയെ അവിടത്തെ എല്ലാം കഴിച്ചു. അതാണ് സെറ്റപ്പ്. മോനെ, വലിയേട്ടൻ ഒരു ഗ്ലാസ് അടിച്ചാ ചിരിക്കും, അടുത്ത് എനിക്ക് കരയും. പിന്നെ വൈലന്റ് ആവും, സൂക്ഷിക്കണം മോനെ. എന്തുട്ടടിയോട് അടക്കം പറച്ചില്ലേ? എന്നാലും എന്റെ പെങ്ങളും മോനെ ഇപ്പോഴെങ്കിലും ഓർത്തുല്ലോ. അത് മതിയുടെ കന്നാലി. അയ്യോ, വലിയേട്ടൻ കരയാൻ തുടങ്ങി. നിനക്കിപ്പോ കഷ്ടപ്പാടാ. എന്തുട്ട് കഷ്ടപ്പാട്? നിന്റെ മോളെ കെട്ടിക്കാൻ ഓടിയടക്ക. നിന്റെ കിടാങ്ങൾക്ക് സുഖാണ്. എടാ ശവ്യേ, നാട്ടുകാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കണത് ശരിയല്ലട്ടാ. നിനക്കൊക്കെ സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് നിധിയാ കുഴിച്ചിരിക്കണേ. ഞാൻ മരിക്കണതിന് മുമ്പ് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ നീ നിന്റെ കെട്ടിയവന് ലേശം കഞ്ഞോളം തന്നിരുന്നെങ്കിൽ. ക്ഷമിക്കണം. മതി മോളെ മതി. നിന്റെ ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കരച്ചിലടക്കാൻ കഴിയില്ലട്ടാ.
ഇത്തിരി കൂടുതലേ അമ്മാവന് ഈ മൂന്നാമത്തെ അങ്ങോട്ട് പിടിപ്പിക്കും എന്നിട്ട് പറ ഇവിടെ നിധി കുടിച്ചിട്ടേക്കണേന്ന് കൊടുക്കട്ടേന്ന് അമ്മാവാ പറ ആ നിധി എവിടെയെന്ന് വേഗം പറ എന്തുമാത്രം കഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടെ യാത്ര ചെയ്ത് എത്തിയെന്ന് അറിയാമോ? എന്തുട്ടട കന്നാലിയെ നിനക്ക് ഇത്രമാത്രം ആക്രാന്തം? ഞാനിവിടെ ഉണ്ടോ ഉറങ്ങിയോന്ന് അന്വേഷിച്ചോടെ സഭയെ. അമ്മാവ അവിടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ പോണ തന്നിയേ പോണോ എന്റെ അമ്മുമ്മയുടെ നിധി. നീ ആരുടെ കന്നാലി? അമ്മാവ വേഷം കെട്ടെടുത്ത കുത്തി മടത്തോടെ സഭയെ. പണ്ടം ചോർത്തി പോട്ടിക്കറുണ്ടാക്കി തിന്നൂടാ ഞാൻ. പൊക്കോ എന്റെ മുന്നിൽ നിന്ന് പോ. അമ്മാവന് കലിപ്പായി ഇനി രക്ഷയില്ല. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ വീണ്ടും കൊടുക്കണ്ടെന്ന്. 3 എണ്ണം കഴിച്ച അന്ന് ഇന്ന് ഒരു എന്തുട്ടാണ് നീ പറഞ്ഞേ? പൊക്കോ. വെറുതെ കടിയിരിക്കുന്നോടത്ത് കൈ കൊണ്ടാ കൊടുത്തേ. അടിയെ കടിച്ചതുകൊണ്ടാ ഒരു ഉപ്പ് രസം. വാ വാ തീർക്കല്ലേ. ആശാന്റെ വയലന്റ് ആക്ടിങ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം നശിപ്പിച്ചെന്ന്. ഞാനോ എന്നെ അവോയ്ഡ് ചെയ്ത് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ വാരി മിണുങ്ങാന്ന് വിചാരിച്ചല്ലേ? ഞാനോ എടാ അവര് പലിശയ്ക്ക് പണം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നു, നമ്മൾ ആത്മാവിനെ കാട്ടി അവരെ പറ്റിക്കുന്നു. ഒരു സുഡോൾഫിക്കേഷൻ, പരസ്പര സഹായ സഹകരണ സംഘം. ആത്മാക്കളെ പേരില്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. സൂക്ഷിച്ചോ. ആത്മാവ് മാങ്ങാത്തൊലി. എന്നെങ്കിലും നേരിട്ട് കാണുമ്പോഴായിരിക്കും ആശാന്റെ കളസം കീറുന്നത്. ഇതിനെ ഭയപ്പെടുത്താതെടാ. ആരാച്ചേരാണോ പോയി നോക്ക്. ആയാലോ സമ്മതിക്കില്ല. തീർക്കല്ലേ. അത് ഇറച്ചിയുടെ പ്ലാച്ചിയെങ്കിലും വെച്ചേക്കണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു. പണ്ടാരോടൊക്കെ മറന്നുപോയല്ലോ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അമ്മേ ശരണം. അവിടെ ഇരിക്ക. ആശാനെ ആ പിള്ളാരാ. പിള്ളേര് ഏത് പിള്ളേര്? ആ പടം പിടിക്കുന്ന ഏവന്മാർക്ക് കുറെ പണിയൊന്നുമില്ല. പരേത ആത്മാക്കളെ കുറിച്ച് പടം പിടിക്കാൻ നടക്കും മണ്ടന്മാര്. വല്ലതും തടയോ? തടയും. 4 പേരുണ്ട്, 2 ആണും 2 പെണ്ണും. പുറത്തിരിക്കുക. ആ എഴുന്നേറ്റ് വരി. ഒന്ന് എഴുന്നേറ്റ് വാ ആശാനെ. ഗുരുജി വരൂ ഗുരുജി. ഗുരുജി. ചെറിയ ചിക്കന്റെ പൊടി ഇരിക്കണം. തുപ്പ്. നന്നായി. ഓം പുരസ്യ പുരസ്യ നിർവാണ നിർവാണ ഓം ക്ലീം റൂം ക്ലീം ഗുരുജി. നമസ്കാരം. പടം പിടിപ്പൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ല, ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ഇരുത്തി എല്ലാ സംശയങ്ങളും ഗുരുജി തീർത്ത് തരും. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ ഋഗ്വേദത്തിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം നമ്മളോട് ചോദിച്ചു. ഈസി ആയിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. തീർത്ത് കൊടുത്തു. ഗുരുജി, ശിലകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നതാണ് ഞങ്ങളുടെ സബ്ജക്ട്. ഗുരുജി ആത്മാക്കളുമായി സംസാരിക്കുന്ന ആളാണല്ലോ. ആത്മാക്കളുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത്? രണ്ടെണ്ണം അടിച്ചോണ്ട് ക്ലീൻ ആയിട്ട് ഗുരുജി. പഞ്ചേന്ദ്രിയങ്ങളെ ഒരു ബിന്ദുവിൽ ഏകാഗ്രമായി സന്നിവേശിപ്പിച്ച് ഋഗ് യജുർ സാം അഥർവ വേദങ്ങളിലെ മന്ത്രങ്ങൾ ഉരുവിടുക. അങ്ങനെ ഉരുവിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളിന്റെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താം. നിർവിശേഷാണാം വിശേഷാണാം അശേഷാണാം കടാഗുണസ്യ വാജീകരണ സ്മൃതാം ഗ്രീം. പരിഹാസമടി വേണ്ടസ്യ. എന്താ നിശാന്ത്, ആത്മാവ് മണ്ണാങ്കട്ടെ, നീ ഒന്നും മിണ്ടായിരിക്കും. ആത്മാക്കളുമായി സംസാരിക്കുന്ന ഗുരുജിക്ക് ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസം ഉണ്ടാവോ? ഉണ്ടോന്ന്? വസ്ത്രങ്ങൾ മാറുന്ന പോലെയല്ലേ ആത്മാക്കൾ ശരീരങ്ങൾ മാറുന്നത്? ശരീരം നശ്വരവും ആത്മാവ് അനശ്വരവുമാണ് കുഞ്ഞേ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വെണ്ടർ ഡാനിയൽ, ഈ ജന്മത്തിൽ ഗുരുജി, അടുത്ത ജന്മത്തിൽ പട്ടിയാകുമെന്നാണോ? കഴിഞ്ഞ ജന്മം പട്ടിയായിരുന്നു നിനക്ക് ഈ ജന്മം മനുഷ്യരൂപം തന്നത് സത്കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷെ നിന്റെ കർമ്മദോഷം കൊണ്ട് നീ അടുത്ത ജന്മവും ഒരു പട്ടിയായി തീരും. ഒരു ചൊറി കൊടിക്ക് പട്ടി. അതൊക്കെ ചാപ്പാടടിക്കാം. 2 റമ്മു മറക്കണ്ട.